ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ്. നിലവിൽ നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ചെക്കപ്പ് ഉള്ളിലാണ് പറഞ്ഞത്, അത് ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. പിന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ഗ്രീസിങ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് സ്വിച്ച് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് CVT ക്ലച്ചാണ് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് വരാം. അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് മാനുവൽ ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചേക്കുന്നത്. ക്ലച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 ഓയിൽ സീലുകൾ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു ശരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 ഓയിൽ സീലുകൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ്, ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. കിക്കർ വീൽ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെൻഡെക്സിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്ത് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ അടങ്ങിയ യൂണിറ്റാണത്. അത് നമ്മൾ നോക്കി നിലവിൽ വേറെ തേമാന കാര്യങ്ങൾ അങ്ങനെ കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല. ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്കത് ഇപ്പോൾ അതൊരു മേജർ കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. തൽക്കാലം നമുക്കത് ഉപയോഗിക്കാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യണം. ആ പൊട്ടൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റണം. അതായത് അടുത്ത സർവീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 120 ദിവസമാണ് അതിൻ്റെ പീരിയോഡിക് സർവീസിൻ്റെ ടൈം. 120 ദിവസം എന്ന് പറഞ്ഞാൽ 4 മാസം. 4 മാസത്തിനുള്ളിൽ നമുക്ക് 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ ജനറലായിട്ട് സർവീസിന് വേണ്ടി കയറ്റണം, പീരിയോഡിക് സർവീസിന് കയറ്റണം. ഡാമേജുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യണം. അതാണ് ശരിക്കും സർവീസിൻ്റെ കറക്റ്റ് ആ ഒരു പീരിയോഡിക് സർവീസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ പീരീഡിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത സർവീസിൽ ഇതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. കൂടുതലായിട്ട് ചെറിയൊരു പൊട്ടലാണ് തുടങ്ങിയത്, കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ മോർണിംഗ് സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടും നമുക്കത് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ ലീക്കേജ് ഉണ്ട്, അത് നമുക്ക് ഗ്യാസ്കറ്റിൻ്റെയാണ്, അതും കൂടി കൂട്ടത്തിൽ ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷുകൾ കംപ്ലയിൻ്റ് ആണ്. ഈ സാധനം ഈ ബുഷൊക്കെ നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ റോഡിൽ ഓടുന്ന സമയത്ത് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഫസ്റ്റ് ആക്ഷൻ വരുന്നത് ഇതിനകത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബുഷ് അറേഞ്ച് ചെയ്ത് കിട്ടുന്നത്. ഫൈബറല്ല, ശരിക്കും പറയുമ്പോൾ ഇത് റബ്ബർ മെറ്റീരിയൽ പോലത്തെ ഒരു ഐറ്റം, പ്ലാസ്റ്റിക്കോട് കൂടിയിട്ട് ഗ്രീൻ ബുഷ് എന്ന് പറയാം. അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഫൈബർ ബുഷ് കാര്യങ്ങൾ വരാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഫ്രണ്ട് ബ്രേക്ക് ലൈനറായാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ആ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ടും ഔട്ടർ വലിഞ്ഞ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ബ്രേക്ക് ലോഡായ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടുന്നതാണ് സേഫ്. ഇതല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വണ്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തള്ളണ സമയത്തൊക്കെ ടൈറ്റ് കാണിക്കാം. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്, ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്ക് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് മഴയൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കംപ്ലയിൻറ്റ് കണ്ടാൽ പോലും നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.5 അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത്, 12.45 കേട്ടോ. ഞാൻ അതിൻ്റെ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. അതായത് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സെൽഫ് അടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും. കാരണം ബാറ്ററി വോൾട്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഹോണും ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്കാവും. സെൽഫ് അടിക്കുമ്പോൾ ആയിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റാം. അപ്പോൾ വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റ്സ് പ്രതീക്ഷിക്കാം ബാറ്ററിയുടെ കേട്ടോ. ചിലപ്പോൾ വേണമെങ്കിലും വരാം, ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ വരാം, ചിലപ്പോൾ കുറച്ച് 2-3 മാസം ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പ്ലഗിൻ്റെ അവസ്ഥയാണത്. പ്ലഗ് ഒടിഞ്ഞാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് കേട്ടോ. കാരണം ഇത്രയും ഭാഗം അതിൻ്റെ ഉള്ളിൽ കട്ടായിട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ എന്തായാലും പ്ലഗ് അഴിച്ച് മാറ്റാതെ കൊണ്ട് മാറില്ല, അതിന് വേണ്ടിയിട്ട് അഴിക്കുന്ന സമയത്ത് ഇത് മൊത്തം ഒടിഞ്ഞാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിലാണ് ഭാഗം വരാം. അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ പുറത്തെടുത്തിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട്. അത് അഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നല്ലപോലെ ഇടയ്ക്ക് മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ചെക്കപ്പ് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓയിലിൻ്റെ കളർ വെച്ച് നോക്കുമ്പോൾ കളർ ഇതാണ് അവസ്ഥ, മോശമായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്ലഗ് ഒന്ന് അഴിച്ചെടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ ഹെഡ് ലീക്കിൻ്റെ കേസ് നോക്കണം, കാർബറേറ്റർ ക്ലീൻ ചെയ്യണം, ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്താനുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്, അത് കൂട്ടത്തിൽ മാറ്റണം, ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് മാറ്റാനുണ്ട്. ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, ഞാൻ എസ്റ്റിമേറ്റൊന്നും പെടുത്തുന്നില്ല, അത് ഓർമ്മയിൽ വെച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ വരും നമുക്ക് കേട്ടോ. അതേപോലെ തന്നെയാണ് ബെൽറ്റൊക്കെ നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം.
ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കൂട്ടത്തിലൂടെ. 2 ഓയിൽ സീലുകൾ കൈയോടെ നമുക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈനർ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ഞാൻ ആ എഞ്ചിൻ്റെ കണ്ടീഷൻ കൂടി നയിക്കട്ടെ. കാരണം ഞാൻ പ്ലഗ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ കറക്റ്റായിട്ട് ഊരി കിട്ടുമെന്നുള്ള കേസൊക്കെ നോക്കിയിട്ടും വേണം നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ കണ്ടീഷനിൽ നിന്ന് എഞ്ചിൻ പുറത്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ആ വർക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ആയിട്ട് ഒരുമിച്ച് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. വണ്ടി ഒരൽപ്പം ഡിലേ ആവും, കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്ലഗ് ഒടിഞ്ഞാകൊണ്ട് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ചെറിയൊരു താമസം വരും. അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും താമസം ഉണ്ടാവും എന്തെങ്കിലും കേട്ടോ. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എന്തെങ്കിലും. ഓക്കെ, നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം ഇപ്പോൾ പുറത്തെടുത്താണ് കേട്ടോ. അത് ഇരിക്കുന്ന പീസാണ്, ഒടിഞ്ഞിരിക്കുകയാണ് അതിന് പ്ലഗ്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് അഴിച്ചെടുക്കണം. നമുക്കത് അഴിഞ്ഞ് കിട്ടുമെന്നുള്ള ദിവസമാണ്. വെൽഡ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് വേറെ ചിലവില്ലാണ്ട് നമുക്ക് ഈ രീതി തന്നെ അഴിച്ച് മാറ്റിയിടാം. നേരെ മറിച്ച് അത് അഴിഞ്ഞ് കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് താമസം വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് അഴിഞ്ഞ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ലെയ്ത്തിലൊക്കെ കൊടുത്ത് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്കതിൻ്റെ പ്ലഗ് ഒടിഞ്ഞിരുന്ന പീസ് ഇതാണ്ടോ, ഇത്രയും ഭാഗം ഒടിഞ്ഞതിൻ്റെ ഉള്ളിലിരിക്കായിരുന്നു. റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്, അഴിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാർബറേറ്ററൊക്കെ എന്തെങ്കിലും അഴിക്കേണ്ടതാണ്. അപ്പോൾ കൂട്ടത്തിയുടെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം. ഹെഡ് ആൻഡ് സൈഡൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. പിന്നെ അതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ വണ്ടിമേ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് അഴിച്ചെടുത്താലാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ വർക്കുകൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു താമസം ഉണ്ടാവും. ഞാൻ എന്തായാലും കുറച്ച് ലേറ്റായാലും നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞ രീതിക്കുള്ളൊരു എസ്റ്റിമേറ്റ്, അപ്പോൾ ഡാമേജുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ. ബാറ്ററിയുടെ കേസ് ഈ പറഞ്ഞ പോലെ ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വീണ്ടും കംപ്ലീറ്റ് പറയണതിൻ്റെ കേസ് കേട്ടോ. സെൽഫിൻ്റെ പ്രശ്നം കാണിച്ചിട്ട് മാറ്റിയാൽ മതി, പക്ഷേ ഓൾറെഡി കംപ്ലീറ്റ് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.